അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരു കുക്കറിലോട്ട് ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസ് അരിക്ക് ഞാനൊരു 3.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. ഒരു 1/2 കപ്പ് തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2-3 ഏലക്കൊന്ന് ചതച്ചെടുത്തതും ചേർത്ത് കൊടുത്തു. ഇതുപോലെ. അപ്പോൾ ദണ്ടേ കണ്ടല്ലോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം, 3.5 ഗ്ലാസ് വെള്ളമാണ്. 2 ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആയിരിക്കും 3.5 ഗ്ലാസ്. എന്നിട്ട് അടച്ചു വെച്ച് ഞാൻ ആ സമയത്തിന് ദണ്ട് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉരുക്കി അരിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച ശർക്കരയാണ് എടുത്ത് ഞാൻ പുറത്ത് വെച്ച് ദണ്ട് വെള്ളം ചേർത്തൊന്ന് ഉരുക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ഒരു ചെറിയ പീസ് കരിപ്പട്ടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇതുപോലെയാണോ നിങ്ങൾ തയ്യാറാക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ ഇതിന് വേറെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയണം. ഞാനിപ്പോൾ ഒരു 3-4 വിസിൽ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതാണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ വേവിക്കുന്നതിനേക്കാൾ